നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളെപ്പോലെ നല്ല കൂട്ടുകാരികളെ ഞാൻ ഈ സർവീസിൽ കണ്ടിട്ടില്ല. അവൾ എന്റെ നല്ല സുഹൃത്തായിരുന്നു. പക്ഷെ ഞാൻ അവളുടെ സൗഹൃദം മുതലെടുത്തു. എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളുടെ സഹായം തേടി. അതിന്റെ ഫലമായിട്ടാ മിനിമോൾക്ക് ഇപ്പൊ ഈ ട്രാൻസ്ഫർ കിട്ടിയത്. മഞ്ജു എന്തിനെ കുറിച്ച് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സാറ് പറയുന്നത് കേൾക്കാതെ ഞാനൊരു അബദ്ധം കാണിച്ചു. ഞാൻ വീണ്ടും അച്ഛന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ചില തുമ്പുകൾ കിട്ടി. നിങ്ങളെന്താ കണ്ടുപിടിച്ചത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നോടൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്നെ അത്രയ്ക്ക് പോലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? അയ്യോ, അതുകൊണ്ടല്ല സർ. ഇതെല്ലാം എന്റെ വെറും സംശയങ്ങൾ മാത്രമാണെന്നും പറഞ്ഞ് സാർ തള്ളിക്കളയുന്ന പേടിച്ചിട്ടാ ഞാനൊന്നും പറയാതിരുന്നത്. എന്തെങ്കിലും തെളിവുകൾ കൈ കിട്ടിയാ സാറിനെ അറിയിക്കാന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? മിനിമോളുടെ സ്ഥലം മാറ്റം യാദൃച്ഛികമായി സംഭവിച്ചതല്ല. നിങ്ങളുടെ അന്വേഷണം തന്നെയാണ് അതിനുള്ള കാരണം. നിനക്ക് ഈ കേസ് അന്വേഷിക്കാൻ വ്യക്തമായ കാരണമുണ്ട്. അതുകൊണ്ട് എന്ത് നഷ്ടം നേരിടാൻ നീ തീരുമാനിക്കുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ മിനിമോൾക്ക് ഇതിൽ ഇടപെടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവളത് ചെയ്തത് നിനക്ക് വേണ്ടി മാത്രം.